ഈ 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റത്തിൽ പലതരത്തിലുള്ള റെഗുലേറ്ററി സിസ്റ്റംസ് കാണപ്പെടും. അതായത് പ്രോകാരിയോട്സിൽ ഈ റെഗുലേറ്ററി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കാണപ്പെടും. അതിനകത്തുള്ളതാണ് ഏത്? ഒന്ന് ഓപ്പറോൺ, രണ്ടാമത്തത് റെഗുലോൺ, മൂന്നാമത്തത് മോഡുലോൺ, നാലാമത്തതാണ് സ്റ്റിമുലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പറോൺ എന്ന് പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള ജീൻസിൻ്റെ കളക്ഷൻ. റെഗുലോൺ എന്ന് പറയുന്നത് ഈ ഓപ്പറോൺസ് അല്ലെങ്കിൽ ജീൻസിൻ്റെ കളക്ഷനെയാണ് റെഗുലോൺ എന്ന് പറയുന്നത്. ദെൻ മോഡുലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ റെഗുലോൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പലതരത്തിലുള്ള ഓപ്പറോൺസ് ചേരുന്നതാണ് ഈ റെഗുലോൺ എന്ന് പറയുന്നത്. അതിനെല്ലാം ഓരോന്നിനെയും ഓരോന്നായിട്ട് കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. ഈ മോഡുലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ഓപ്പറോൺസ് കൂടി ചേരുന്നതാണ്. അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യും. ആ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നതിനെ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാനും ഒരു റെഗുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഈ സ്റ്റിമുലോൺ എന്ന് പറയുന്നതും എന്താണ്? ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ജീൻസിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു കൂട്ടത്തിനെയാണ് സ്റ്റിമുലോൺ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നതിനകത്ത് ശരിക്കും ഓപ്പറോണിൻ്റെ ആ ഒരു കാര്യത്തിൽ റെഗുലോണുമാണ് കൂടുതലായിട്ടും വരുന്നത്. ഓപ്പറോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏറ്റവും കൂടുതലും വരുന്ന എക്സാമ്പിൾ ഏതാണ്? ലാക് ഓപ്പറോൺ. നമുക്കറിയാവുന്ന സാധനമല്ലേ ലാക് ഓപ്പറോൺ. ഈ ലാക് ഓപ്പറോൺ എന്താ ചെയ്യുന്നത്? ഈ ലാക് ഓപ്പറോൺ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? ലാക് ഓപ്പറോൺ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? ലാക്ടോസിൻ്റെ പ്രസൻസിൽ. ഓക്കെ, ലാക്ടോസിൻ്റെ പ്രസൻസിൽ, അതായത് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ ലാക്ടോസിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലാക് ഓപ്പറോൺ ആക്റ്റീവ് ആവുന്നത്. ഇനി ലാക്ടോസിന് പകരം ഗ്ലൂക്കോസാണ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ഇന്നാക്റ്റീവ് സ്റ്റേജ് ആയിരിക്കും. എന്ത്? ഈ ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത് ഇന്നാക്റ്റീവായിട്ടിരിക്കും. ഇനി ഇത് ലാക് ഓപ്പറോൺ ആണ്. ഇതിൻ്റെ ഈ ലാക് ഇസഡ്, ലാക് വൈ, ലാക് എ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ ജീൻസ് ആണ്. ഈ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രക്ചറൽ ജീൻസ് ആണ്. ഈ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുമ്പം ലാക് ഇസഡ് ആണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലാക് വൈ എന്ന് പറയുന്നത് പെർമിയേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലാക് എ എന്ന് പറയുന്നത് ട്രാൻസ്അസറ്റൈലേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ എൻസൈംസ് എല്ലാം എന്തിനാവശ്യമാണ്? ഈ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ബാക്ടീരിയക്കകത്തേക്ക് കിട്ടുന്ന ഈ ലാക്ടോസിനെ ഡീഗ്രേഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് ഈ 3 എൻസൈംസും ആവശ്യമാണ്. ഇനി ഈ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ ലാക്ടോസിൻ്റെ പ്രസൻസ് ഇല്ല. ഓക്കെ, ലാക്ടോസിൻ്റെ പ്രസൻസ് ഇല്ല. നമുക്കപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിപ്രസർ ജീനാണ്. ഓക്കെ, റിപ്രസർ ജീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീനാണ്. ഈ റെഗുലേറ്ററി ജീൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു റിപ്രസറിനെ. ഇതെന്താണ്? റിപ്രസർ. ഓക്കെ, ഈ റിപ്രസറിനെ എന്ത് ചെയ്യും? ഈ റിപ്രസർ മൂവ് ചെയ്ത് ഈ ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇതിവിടെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണല്ലോ. എന്തിന്? mRNAയുടെ ഫോർമേഷന് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ എൻസൈംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ RNA പോളിമറൈസ് ചെന്ന് ഈ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ പ്രോസസ്സ് ഇങ്ങോട്ടേക്ക് നടക്കുകയുള്ളൂ. പക്ഷേ RNA പോളിമറൈസ് ചെയ്യുന്ന ഈ ഓപ്പറേറ്ററിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ റിപ്രസർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെന്ത് പറ്റത്തില്ല? ഇവിടെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് ഈ പ്രോസസ്സ് ഇങ്ങോട്ട് നടക്കുമോ? ഇല്ല. ഇനി ലാക്ടോസിൻ്റെ പ്രസൻസിൽ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ ലാക്ടോസ് ഉണ്ട്. ആ ലാക്ടോസ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? അലോ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് എവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്? ലാക്ടോസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ഈ അലോ ലാക്ടോസ്. ഈ അലോ ലാക്ടോസ് വന്നിട്ട് ഈ റിപ്രസറിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യിക്കും. ഓക്കെ, ഈ പ്രൊമോട്ടർ ജീനിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യിക്കും. ഈ പ്രൊമോട്ടർ റീജിയണിൽ നിന്ന് റിമൂവ് ആയി പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇതിന് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ് ആര്? ഇത് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് എഴുതേണ്ടതല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. CRP സൈക്ലിക് AMP എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് വന്നിട്ട് ഈ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഈ CRP സൈക്ലിക് AMP വന്ന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുമ്പോൾ RNA പോളിമറൈസും കൂടെ വന്ന് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കും. RNA പോളിമറൈസ് മൂവ് ചെയ്യുമ്പോൾ ഈ എൻസൈംസ് അവിടെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അവരെന്ത് ചെയ്യും? ലാക്ടോസിനെ യൂസ് ചെയ്യും. ഇതാണ് മെയിനായിട്ടും ലാക് ഓപ്പറോണിൽ ചെയ്യുന്നത്. അപ്പം
ഈ ഗ്ലോബൽ റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ എന്താണോ ഉള്ളത് ആ ഉള്ളതിനോട് എന്താണ് റെസ്പോണ്ട് ചെയ്ത് ഇപ്പോൾ എന്താണോ എൻവയോൺമെൻറ്റിലുള്ളത് അതിനെ യൂസ് ചെയ്ത് സർവൈവ് ചെയ്ത് ജീവിക്കാനായിട്ട് ബാക്ടീരിയയ്ക്ക് പറ്റുന്നു. അതാണ് 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം ഫുള്ള് പറഞ്ഞേ. ഇനി നാളെ അത് അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറയാം.